Once again, all of you, welcome back to my YouTube channel. My name is Adra. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആദ്ര. So we are discussing second chapter of class 10 CBSE students. അപ്പം നമ്മൾ CBSE സിലബസിൽ പഠിക്കുന്ന 10th പഠിക്കുന്ന കുട്ടികളുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് ആസിഡ് ബേസ് ആൻഡ് സാൾട്ട് എന്നതാണ്. അതിനകത്ത് നമ്മൾ ആസിഡ്സ് ബേസസ് സാൾട്ട് അതിന്റെ ബേസിക് കൺസെപ്റ്റുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ how do metal carbonates and metal hydrogen carbonate reacts with acids? Okay, how do metal carbonates and hydrogen bicarbonate reacts with acid? Hydrogen bicarbonate എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈകാർബണേറ്റ് അല്ലെ, മെറ്റലിന്റെ കാർബണേറ്റ് അല്ലെങ്കിൽ മെറ്റൽ ബൈകാർബണേറ്റ് എങ്ങനെയാണ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചതുപോലെ തന്നെ ഒരു ജനറൽ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങ് പഠിക്കാം. സോ നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത്രയുമാണ്: metal carbonate plus acid gives salt plus water plus carbon dioxide. Once again, metal carbonate plus acid gives salt plus water plus carbon dioxide. അപ്പം മെറ്റൽ കാർബണേറ്റ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പം സാൾട്ടും വാട്ടറും കാർബൺ ഡയോക്സൈഡുമാണ്. എന്ന് വെച്ചാൽ മെറ്റൽ കാർബണേറ്റ് ആസിഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്ട്സ് സാൾട്ടും കറസ്പോണ്ടിങ് സാൾട്ട് ഓഫ് ദ മെറ്റലും വാട്ടറും കാർബൺ ഡയോക്സൈഡും ആണ്. അപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി ആയിട്ട് തന്നെ അത് കൊടുത്തിട്ടുണ്ട്. ആ ആക്ടിവിറ്റി എന്ന് പറയുന്നത് വെച്ചാൽ ഫസ്റ്റ് സോഡിയം കാർബണേറ്റ്, നെക്സ്റ്റ് സോഡിയം ബൈകാർബണേറ്റ്. ഓക്കെ, സോഡിയം കാർബണേറ്റ് പിന്നെ എന്താണ് സോഡിയം ബൈകാർബണേറ്റ്. അപ്പൊ സോഡിയം കാർബണേറ്റ് എന്ന് പറയുമ്പോൾ മെറ്റൽ കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് മീൻസ് മെറ്റൽ കാർബണേറ്റ്. സോഡിയം എന്നത് അവിടുത്തെ എന്താണ്, മെറ്റൽ ആണ്. പ്ലസ് അതിൻ്റെ കൂടെ എന്ത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് വന്നിരിക്കുന്നത്, കാർബണേറ്റ്. അപ്പം മെറ്റൽ കാർബണേറ്റ് പ്ലസ് ആസിഡ്. നമ്മളോട് ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് സോഡിയം കാർബണേറ്റ്, മറ്റൊരു ടെക്സ്റ്റ് ട്യൂബിൽ സോഡിയം ബൈകാർബണേറ്റ്, അതായത് മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്. രണ്ടും ഒന്ന് മെറ്റൽ കാർബണേറ്റ്, മറ്റൊന്ന് മെറ്റലിന്റെ ബൈകാർബണേറ്റ്. ഇനി നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, അപ്പം മെറ്റൽ പ്ലസ് ആസിഡുമായി മെറ്റൽ ബൈകാർബണേറ്റ് പ്ലസ് ആസിഡുമായി, മീൻസ് മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് പ്ലസ് ആസിഡും ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് എന്ത് ആഡ് ചെയ്തു, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തു. അപ്പൊ നമുക്കറിയാം എന്തൊക്കെയാ പ്രോഡക്ട്സ് ഉണ്ടാകേണ്ടത്. മെറ്റൽ കാർബണേറ്റ് ആകുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ സാൾട്ട് പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡയോക്സൈഡ്. അപ്പൊ സാൾട്ട്, സോഡിയം കാർബണേറ്റ് ഹൈഡ്രോക്ലോറിക് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ട സാൾട്ട് ഏതാണ്, സോഡിയം ക്ലോറൈഡ്. ഓക്കെ, സോഡിയം കാർബണേറ്റ് ഹൈഡ്രോക്ലോറിക്കുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ട പ്രോഡക്റ്റ് അല്ലെങ്കിൽ സാൾട്ട് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് പ്ലസ് എന്ത് വരണം, വാട്ടർ H2O പ്ലസ് എന്താണ്, കാർബൺ ഡയോക്സൈഡ്. അപ്പൊ നമ്മളെടുത്ത മെറ്റൽ കാർബണേറ്റ് എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റ്. അപ്പൊ സോഡിയം അവിടുത്തെ മെറ്റൽ ആണ്, അതുകൊണ്ട് അത് എന്തിന് എക്സാമ്പിൾ ആണ്, ഒരു മെറ്റൽ കാർബണേറ്റിന്റെ എക്സാമ്പിൾ ആണ്. അതിനകത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ നമുക്ക് കിട്ടേണ്ട പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ സാൾട്ട് പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡയോക്സൈഡ്. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. അപ്പൊ നോക്കുക, സോഡിയം കാർബണേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ സോഡിയം ക്ലോറൈഡ് NaCl പ്ലസ് H2O വാട്ടർ പ്ലസ് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാവോ, നമുക്ക് ഈ കിട്ടിയ മീൻസ് അവിടെ കാർബൺ ഡയോക്സൈഡ് കിട്ടിയെന്ന് നമ്മൾക്ക് എങ്ങനെ കൺഫേം ചെയ്യാൻ പറ്റും, ഒരു കൺഫർമേഷൻ ടെസ്റ്റും കൂടെ വേണം അല്ലെ. ഈ സോഡിയം കാർബണേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരു ബബിൾസ് ഫോം ചെയ്യും. അപ്പൊ ബബിൾസ് ഫോം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതോ ഗ്യാസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ടെന്ന്. ഇനി ആ ഗ്യാസ് കാർബൺ ഡയോക്സൈഡ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം അല്ലെ. ഗ്യാസ് ഫോം ചെയ്യുന്നു എന്ന് മനസ്സിലായി, അത് കാർബൺ ഡയോക്സൈഡ് ആണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺഫർമേഷൻ ടെസ്റ്റ് നമ്മൾ 7th പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, ഈ ഗ്യാസിനെ നമ്മൾ ഒരു ഡെലിവറി ട്യൂബിലൂടെ ലൈം വാട്ടർ എന്ന് വെച്ചാൽ എന്തായിരുന്നു, കാൽസ്യം ഹൈഡ്രോക്സൈഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, പാസ് ചെയ്യിക്കണം. ഓക്കെ, ലൈം വാട്ടർ മീൻസ് എന്തായിരുന്നു, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അതിലേക്ക് നമ്മൾ ഇവിടെ ഫോം ചെയ്ത ഗ്യാസിനെ ഒരു ഡെലിവറി ട്യൂബിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്, സോല്യൂബിൾ അല്ലാത്ത എന്തോ ഒരു വസ്തു അതിന്റെ അടിയിൽ എന്ത് ചെയ്യും, അടിഞ്ഞുകൂടി കിടക്കും. ഓക്കെ, അപ്പൊ കാർബൺ ഡയോക്സൈഡിന്റെ കൺഫർമേഷൻ ടെസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, അവിടെ ഫോം ചെയ്യുന്ന ഗ്യാസിനെ ലൈം വാട്ടറിലേക്ക് പാസ് ചെയ്യിക്കുമ്പോൾ പ്രസിപ്പിറ്റേഷൻ, ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അവിടെ ഫോം ചെയ്യുകയാണെങ്കിൽ പാസ് ചെയ്യിച്ചത് കാർബൺ ഡയോക്സൈഡ് ആണ് നമുക്ക് എന്ത് ചെയ്യാം, കൺഫേം ചെയ്യാം. ഇനി അതിനോട് നമുക്ക് എന്തും കൂടെ കിട്ടും, വാട്ടറും കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ.
അപ്പം നമ്മൾ ടെസ്റ്റ് ഒന്നും കൂടെ പറയുന്നു. നമ്മൾക്ക് എന്ത് വേണം? സോഡിയം കാർബണേറ്റും വേണം, സോഡിയം ബൈകാർബണേറ്റും വേണം. മീൻസ് മെറ്റലിന്റെ കാർബണേറ്റുമായി മെറ്റലിന്റെ ഹൈഡ്രജൻ കാർബണേറ്റുമായി. ഇതിനകത്തോട്ട് നമ്മൾ എന്താ ആഡ് ചെയ്ത് കൊടുക്കുന്നത്? ആസിഡ്. ആസിഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട പ്രോഡക്റ്റ് എന്താണ്? സാൾട്ട് പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡയോക്സൈഡ്. ഈ ഫോം ചെയ്ത ഗ്യാസ് കാർബൺ ഡയോക്സൈഡ് ആണ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഗ്യാസിനെ നമ്മൾ ഡെലിവറി ട്യൂബിലൂടെ പാസ് ചെയ്യിക്കുന്നുണ്ട്. എന്തിലോട്ടാ പാസ് ചെയ്യിക്കുന്നത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് മീൻസ് ലൈം വാട്ടറിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ലൈം വാട്ടർ ടേൺസ് മിൽക്കി. അതെന്ത്? മിൽക്കിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. മീൻസ് ഇൻസോലിബിൾ ആയിട്ട് ഒരു വസ്തു അതിനകത്ത് ഫോം ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് കൺഫേം ചെയ്യാം അതെന്താണ്? ആ ഫോം ചെയ്ത ഗ്യാസ് കാർബൺ ഡയോക്സൈഡ് ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. അതാണ് കൺഫർമേഷൻ ടെസ്റ്റ് ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് എന്തൊക്കെയായിരുന്നു? സോഡിയം കാർബണേറ്റ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗീവ്സ് സാൾട്ട്, സോഡിയം ക്ലോറൈഡ് പ്ലസ് വാട്ടർ H2O പ്ലസ് കാർബൺ ഡയോക്സൈഡ്. ഇനി നമുക്ക് വേറെ ഒരു മെറ്റൽ കാർബണേറ്റ് എടുത്തു. അപ്പൊ കാൽസ്യം കാർബണേറ്റ് ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡിനോടൊപ്പം റിയാക്ട് ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെ ഇടണം? കാൽസ്യത്തിന്റെ സാൾട്ട് ആണ് കറസ്പോണ്ടിങ് സാൾട്ട് ഓഫ് ദ മെറ്റൽ എന്ന് പറയുമ്പോൾ കാൽസ്യത്തിന്റെ സാൾട്ട് ഏത് വരണം? കാൽസ്യം ക്ലോറൈഡ് CaCl2 പ്ലസ് എന്ത് വരണം? വാട്ടർ പ്ലസ് എന്താണ്? കാർബൺ ഡയോക്സൈഡ്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് സോഡിയം ബൈകാർബണേറ്റ് ആണ് പറയുന്നു. ഓക്കെ, സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുമ്പോൾ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് മീൻസ് മെറ്റൽ ബൈകാർബണേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ മെറ്റൽ ബൈകാർബണേറ്റ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് എന്ത് തന്നെയാണ്? സാൾട്ട്, കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ തന്നെയാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജനറൽ ഇക്വേഷൻ മെറ്റൽ കാർബണേറ്റ് അതർവൈസ് മെറ്റൽ ബൈകാർബണേറ്റ് പ്ലസ് ആസിഡ് ഗീവ്സ് സാൾട്ട് പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡയോക്സൈഡ്. മെറ്റൽ കാർബണേറ്റ് അല്ലെങ്കിൽ മെറ്റൽ ബൈകാർബണേറ്റ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടേണ്ട പ്രോഡക്റ്റ് സെയിം ആണ്. മീൻസ് സാൾട്ടും വാട്ടറും കാർബൺ ഡയോക്സൈഡും ആണ് അവിടെ ഫോം ചെയ്യുന്നത്. കൺഫർമേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ് എന്ത്? ഈ കാർബൺ ഡയോക്സൈഡിനെ നമ്മൾ ലൈം വാട്ടറിലൂടെ പാസ് ചെയ്യിക്കുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം ആ ഫോം ചെയ്ത ഗ്യാസ് എന്താണ്? കാർബൺ ഡയോക്സൈഡ് ആണ് എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കും. ദെൻ നമുക്കപ്പം മെറ്റൽ ബൈകാർബണേറ്റിന്റെ ഇക്വേഷൻ കൂടി ഒന്ന് എഴുതി നോക്കാം. അപ്പൊ മെറ്റൽ ബൈകാർബണേറ്റ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് സോഡിയം ബൈകാർബണേറ്റ് ആണ് കേട്ടോ. സോഡിയം ബൈകാർബണേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? സോഡിയം ക്ലോറൈഡ് NaCl പ്ലസ് എന്താണ്? വാട്ടർ H2O പ്ലസ് എന്തും കൂടി വരണം? കാർബൺ ഡയോക്സൈഡ്. നെക്സ്റ്റ് ഞാൻ വേറൊരു ബൈകാർബണേറ്റ് എടുത്തിട്ടുണ്ട്, കാൽസ്യം ബൈകാർബണേറ്റ്. ഓക്കെ, കാൽസ്യം ബൈകാർബണേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് വരണം? കാൽസ്യം ക്ലോറൈഡ് പ്ലസ് വാട്ടർ H2O പ്ലസ് എന്താണ്? കാർബൺ ഡയോക്സൈഡ്. അപ്പൊ കൺഫർമേഷൻ ടെസ്റ്റ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഈ കാർബൺ ഡയോക്സൈഡ് നമ്മൾ എന്തിലൂടെ പാസ് ചെയ്യിക്കാൻ പോകുന്നത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് മീൻസ് ലൈം വാട്ടറിലൂടെ. സോ കാൽസ്യം ഹൈഡ്രോക്സൈഡ് CaOH2 പ്ലസ് എന്താണ്? കാർബൺ ഡയോക്സൈഡ്. അപ്പൊ നമ്മൾ പറഞ്ഞില്ല വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് നമുക്ക് കിട്ടുമെന്ന്. ആ പ്രസിപ്പിറ്റേറ്റ് ആണ് കാൽസ്യം കാർബണേറ്റ് കേട്ടോ. കാൽസ്യം കാർബണേറ്റ് CaCO3 പ്ലസ് എന്തും കൂടെ ഫോം ചെയ്യും? വാട്ടറും കൂടി ഫോം ചെയ്യും. ഓക്കെ, കാൽസ്യം കാർബണേറ്റ് പ്ലസ് വാട്ടർ ആണ് ഫോം ചെയ്യുന്നത്. ഈ കാൽസ്യം കാർബണേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? അവിടുത്തെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. അപ്പം ഇതിനകത്തോട്ട് അതായത് ഈ കാൽസ്യം കാർബണേറ്റിനകത്തോട്ട് ഇപ്പം കാൽസ്യം കാർബണേറ്റ് പ്ലസ് വാട്ടർ ആണല്ലോ, ഇതിനകത്ത് നമ്മൾ വീണ്ടും എക്സസ് ആയിട്ട് കാർബൺ ഡയോക്സൈഡ് അങ്ങ് പാസ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻസ് കാൽസ്യം കാർബണേറ്റ് പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡയോക്സൈഡ് നമ്മൾ വീണ്ടും അതിനകത്തോട്ട് എന്ത് പാസ് ചെയ്യിച്ചു? കാർബൺ ഡയോക്സൈഡിനെ എക്സസ് ആയിട്ട് പാസ് ചെയ്യിച്ചു. അപ്പൊ നമുക്ക് കാൽസ്യം ബൈകാർബണേറ്റ് HCO3 എന്നൊരു പ്രോഡക്റ്റ് കിട്ടും. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതങ്ങ് സോലിബിൾ ആണ്. കാൽസ്യം കാർബണേറ്റ് എന്താണ്? ഇൻസോലിബിൾ ആണ്. ഈ കാൽസ്യം കാർബണേറ്റിനകത്തോട് നമ്മൾ എക്സസ് ആയിട്ട് കാർബൺ ഡയോക്സൈഡിനെ പാസ് ചെയ്യിക്കുമ്പോൾ സോലിബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. അതാണ് കാൽസ്യം ബൈകാർബണേറ്റ് എന്ന് പറയുന്നത്. ഇത് ഇവിടുത്തെ എന്താണ്? സോലിബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഓക്കെ ആണല്ലോ. പിന്നെന്ന് പറയുന്നത് ഈ നമ്മുടെ കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് ലൈം സ്റ്റോൺ ഉണ്ടല്ലോ, ലൈം സ്റ്റോൺ, ചോക്ക്, മാർബിൾ തുടങ്ങിയ. അപ്പം ലൈം സ്റ്റോൺ
പിന്നെ ചോക്ക്, മാർബിൾ, ഈ 3 സാധനങ്ങളുടെ അകത്തെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ് തന്നെയാണ്. അപ്പൊ കാൽസ്യം കാർബണേറ്റ് നമുക്ക് എങ്ങനെയാ ഫോം ചെയ്തത്? നമ്മൾ എന്ത് ചെയ്തു? ഈ മെറ്റൽ കാർബണേറ്റ് അല്ലെങ്കിൽ മെറ്റൽ ബൈ കാർബണേറ്റ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയായിരുന്നു? സാൾട്ട്, വാട്ടർ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ആ കാർബൺ ഡയോക്സൈഡ് നമ്മൾ എന്തിലൂടെ പാസ് ചെയ്യിച്ചു? ലൈം വാട്ടർ മീൻസ് കാൽസ്യം ഹൈഡ്രോക്സൈഡിലൂടെ എന്ത് ചെയ്തു? പാസ് ചെയ്യിച്ചു. കാൽസ്യം ഹൈഡ്രോക്സൈഡിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അത് എന്താകും? ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റിനെ ഫോം ചെയ്യിക്കും. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത്. അത് എന്തിന്റെ കൺഫർമേഷൻ ടെസ്റ്റ് ആണ്? കാർബൺ ഡയോക്സൈഡ് ഗ്യാസിന്റെ കൺഫർമേഷൻ ടെസ്റ്റ് ആണ്. ഇനി ഈ കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് ലൈംസ്റ്റോൺ, ചോക്ക്, മാർബിൾ തുടങ്ങിയതിനകത്ത് മെയിൻ കണ്ടന്റ് ആണ് എന്തെന്ന് പറയുന്നത്? കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത്. ഈ കാൽസ്യം കാർബണേറ്റ് സോല്യൂബിൾ അല്ല. ഇനി നമ്മൾ ഈ കാൽസ്യം കാർബണേറ്റ് പ്ലസ് വാട്ടർ എന്ന് കിട്ടിയ പ്രോഡക്റ്റിനകത്തോട്ട് എക്സസ് ആയിട്ട് കാർബൺ ഡയോക്സൈഡിനെ പാസ് ചെയ്യുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറും? സോല്യൂബിൾ ആയിട്ടുള്ള കാൽസ്യം ബൈ കാർബണേറ്റ് എന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ടൊരു കാര്യം പറയാലോ, മെറ്റൽ കാർബണേറ്റോ മെറ്റൽ ബൈ കാർബണേറ്റോ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തൊക്കെയാണ്? സാൾട്ട്, വാട്ടർ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, അപ്പം മെറ്റൽ കാർബണേറ്റും മെറ്റൽ ബൈ കാർബണേറ്റും ആസിഡുമായിട്ട് എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യുന്നുണ്ട്. കിട്ടുന്ന പ്രോഡക്ട്സ് എന്താണ്? സെയിം ആണ്, സാൾട്ട്, വാട്ടർ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് ആ ടോപ്പിക് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിക്കുക, നിത്യവും പഠിക്കുക. ഓക്കെ, അപ്പം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.